ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനില. നമ്മൾ ഒരുപാട് നാളായിട്ട് റിലേഷൻഷിപ്പ് റീഡിങ്ങുകൾ ചെയ്തിട്ടില്ല. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളുടെ ഇടയിലുള്ള ബ്ലോക്ക്, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു 3 മന്ത്സിനുള്ളിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓഗസ്റ്റ് 3-ാം തീയതി മൺഡേ ആണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. 2 ലെവൽസായിട്ടാണ് കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നോളജ് ബേസ് ആണ്. അതായത് മാനിഫെസ്റ്റേഷനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണോ എല്ലാം കവർ ചെയ്തിട്ടുള്ളതാണ് ലെവൽ 1 നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലെവൽ 2-ൽ നമ്മളുടെ ലൈഫ് ആക്ച്വലി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെവൽ 1-ൽ ഒരു നോളജ് ലെവലാണ്, അറിവുകളാണ് തരുന്നത്. ലെവൽ 2-ൽ പ്രാക്ടീസസ്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലെവൽ 1 മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ താല്പര്യമാണ്. ഡീറ്റെയിൽസ് നമ്മൾ പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് 3-നാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തരാനുള്ള ഉറപ്പ് എന്ന് പറയുന്നത് ഇനി മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒരു കോഴ്സോ ഒരു വീഡിയോയോ നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. എല്ലാ ഡീറ്റെയിൽസും കോംപ്രിഹെൻസീവായിട്ട് എല്ലാ ഡീറ്റെയിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൾ ഓഫ് യു വെൽക്കം. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ്. യോർ കറൻറ്റ് എനർജി ഇൻ ദ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നമുക്ക് നോക്കാം എന്താണ്. നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. ഹെർമിറ്റ് എനർജിയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡീപ്പായിട്ട് നിങ്ങൾ വളരെ വേദനയിലും വളരെയധികം ആലോചനയിലുമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ 7 ഓഫ് കപ്സ് ആണ് എന്ന് പറയുമ്പോൾ ആൾക്കിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് മാത്രമല്ല ശ്രദ്ധയുള്ളത്, പല കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട്. അതുതന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവാനുള്ള ഒരു കാരണം. ഓക്കെ, നമുക്ക് നോക്കാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്ത് ഒരു കാര്യമാണ് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ ആക്റ്റീവായിട്ട് നിർത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ്, എന്തോ ഒരു വെയിറ്റിംഗ് എനർജി ആണല്ലോ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വെയിറ്റിംഗ് വന്നിട്ടുള്ളത്? ഫുൾ എനർജി. എല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് ശരിയാകും, എല്ലാം കറങ്ങി തിരിഞ്ഞു വരും എന്ന് നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തിൽ അർപ്പിച്ച് യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ ആ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ഒരു ഹിഡൻ ട്രൂത്ത് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഉള്ള ആ ഒരു ഹിഡൻ ട്രൂത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. 9 ഓഫ് വാണ്ട്സ്, രഹസ്യങ്ങൾ എന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് സുതാര്യമായിട്ടല്ല പോകുന്നത്, അതിൽ രഹസ്യങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒരു തേർഡ് പാർട്ടി എനർജി ഓൾറെഡി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ സൂക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ സോൾ ഈ സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാർഡ് നമുക്ക് എടുക്കാം. 4 ഓഫ് കപ്സ്, നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സോള് നിങ്ങളോട് ഇത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് മനസ്സിലാക്കി തരാനാണ് സോള് നിങ്ങൾക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു വേദന തന്നിട്ടുള്ളത് എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ്. ഇതാണ് നമ്മളുടെ റീഡിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. എന്താണ് ബ്ലോക്ക്? നിങ്ങളുടെ ഇടയിലുള്ള ബ്ലോക്ക് എന്താണ്? ക്വീൻ ഓഫ് വാണ്ട്സ്, പാഷൻ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നില്ല. നിങ്ങളുടെ ഇടയിൽ ആ സ്നേഹം എവിടേക്കോ ബാക്കി നിൽക്കുന്നുണ്ട്, ഇപ്പോഴും എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട് ബാക്കി. എന്നിട്ടും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എഫേർട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ കാണുന്നില്ല. ഇതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്ത് പാസ്റ്റ് എക്സ്പീരിയൻസിൽ ആണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പാസ്റ്റിൽ നിന്നുള്ള ഏത് എക്സ്പീരിയൻസ് ആണ്? 2 ഓഫ് സോർഡ്സ്, തീരുമാനമെടുക്കാൻ കഴിയായിക. വീണ്ടും വീണ്ടും ആ ഒരു എനർജിയാണ് വരുന്നത്. 2 ഓഫ് സോർഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഓവർ തിങ്കിങ്, ഒരു തീരുമാനം
ഓർത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ സ്റ്റക്കാണ്. ഇത് വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് മനസ്സിൽ അതിങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജി നിങ്ങളെ വിട്ടു പോകുന്നില്ല എന്ന് കാണുന്നുണ്ട്. എന്താണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണാതെ പോകുന്നത് എന്നുള്ളൊരു കാർഡ് കൂടി നമുക്ക് എടുക്കാം. 5 ഓഫ് കപ്സ്. നിരാശയാണ്. ഈ റിലേഷൻ രണ്ടു പേർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നഷ്ടബോധം, ഡിപ്രഷൻ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ പ്രശ്നം ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല. അത് കാണാതെ അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും ഷഫിൾ ചെയ്തിട്ട് അടുത്ത കാർഡിലേക്ക് പോവാം. പുറത്തു നിന്നുള്ള ആരെങ്കിലും നിങ്ങളെ ഈ ഒരു റിലേഷനെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കിങ് ഓഫ് ഫോൺസ്. തീർച്ചയായിട്ടും അവിടെ ഒരു പേഴ്സൺ ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങളുടെ മേൽ അധികാരമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. വളരെ ശക്തമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരാളുടെ ഇൻഫ്ലുവൻസ് ഇവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ആളെപ്പറ്റി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കാം. 9 ഓഫ് കപ്സ്. സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടു പോകുന്ന ഒരാളാണ്. അതായത് മറ്റുള്ളവർ വേദനിച്ചാലും സാരമില്ല, എനിക്ക് എൻ്റെ കാര്യമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ തേർഡ് പേഴ്സൺ ആവാനുള്ള ചാൻസും ഉണ്ട്. അതല്ലെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ പോകണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാവാനും സാധ്യതയുണ്ട്. സം മോർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പേഴ്സൺ. 8 ഓഫ് വാൻസ്. ഒരു പക്ഷേ നിങ്ങളൊരു യാത്രയിൽ വെച്ച് പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിങ്ങളിൽ നിന്നും ഫിസിക്കലി ദൂരെയുള്ള ഒരാളോ ഒക്കെ ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത് മതി. നമുക്കിനി എന്താണ് ഒരു പരിഹാരമെന്ന് നോക്കാം. എന്ത് എനർജിയാണ് ഈ സമയത്ത് നിങ്ങൾ വിട്ടുകളയേണ്ടതെന്ന് നോക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ്. നേരത്തെ വന്ന കാർഡ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനാണ് പറയുന്നത്. എന്തിനാണ് ആ ഒരു കാത്തിരിപ്പ് അവസാനിപ്പിക്കേണ്ടത്? നിങ്ങൾ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾ കാലത്തിന് വിട്ടുകൊടുക്കുക ഈ ഒരു റിലേഷൻ എന്നാണ് പറയുന്നത്. ഈ റിലേഷനിൽ നിങ്ങൾ ഒരുപാട് ഇനി ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ വിട്ടുകൊടുക്കുക. കർമ്മ അതിൻ്റെ ഒരു എഫക്റ്റ് പ്രവർത്തിച്ച് കാണിക്കട്ടെ. ഇവിടെ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല ഉള്ളത്. സോ ഇപ്പോൾ ഇത് വിട്ടുകളയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. അടുത്ത ഒരു ടേണിംഗ് പോയിൻ്റ് എന്താണ് വരുന്നത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്ത ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് വരുന്നത് വീണ്ടും 7 ഓഫ് കപ്സ്. അപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്ത് ചോയ്സാണ് ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് നോക്കാം. പേജ് ഓഫ് കപ്സ്. ഈ ഒരു ഇമ്മച്വർ റിലേഷൻ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക. അതേസമയം മറ്റൊരു കാര്യം കൂടി എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വേറെ ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ഈ റിലേഷനിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവിടെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മാറി നിന്നിരുന്ന ആരെങ്കിലും വേറെ ലൈഫിലുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് അങ്ങനെ ഒരു എനർജി ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. 3 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. 4 ഓഫ് വാൻസ്. അതൊരു സെലിബ്രേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്ന എനർജി പോലെയല്ല. ഓക്കെ, നമുക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കാം. വൈ വുഡ് ദിസ് ഹാപ്പൻ? 6 ഓഫ് കപ്സ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻ്റെ അല്ല ഈ കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആരോ തിരിച്ചു വരാനും അവരുടെ ഒപ്പം ഒരു സെലിബ്രേഷനാണ് നിങ്ങൾക്കിപ്പോൾ ഒരു 3 മന്ത്സിനുള്ളിൽ കാണുന്നത്. ഓക്കെ, 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജിയാണ്. പഴയ ബന്ധങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഞാൻ ഇത്തിരി മുമ്പ് ചോദിച്ചിരുന്നല്ലോ, ലൈഫിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. നിങ്ങളുടെ എക്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ആ റിലേഷൻ വീണ്ടും പോയിട്ട് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ,
ദി അൾട്ടിമേറ്റ് ലെസൺ, ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കുള്ള അൾട്ടിമേറ്റ് സോൾ ലെസൺ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സോൾ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മജീഷ്യനാണ്. ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത്. വാട്ട് ഈസ് ദി ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഓഫ് ദി റിലേഷൻഷിപ്പ്? ഭാവിയിൽ ഈ റിലേഷൻഷിപ്പ് 3 മാസമല്ല അതിനപ്പുറം എന്താണ് ഈ റിലേഷൻഷിപ്പിന് വരാൻ പോകുന്നത്? ടവർ കാർഡാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് അത്ര ഹാപ്പി ആയിട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ടവർ എനർജിയാണ്. ഓക്കെ, ഒരു ഫൈനൽ ഔട്ട്കം കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സമാധാനം തന്നിരുന്നത് എന്താണോ അതിലേക്ക് തിരിച്ചു പോകാനാണ് പറയുന്നത്. എക്സിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ പറയില്ല. ഇവിടെ കാർഡ്സ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അവരെയായിട്ട് അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ. കാരണം അത് കഴിഞ്ഞു പോയ ബന്ധമാണോ, നമ്മുടെ കർമ്മ അവസാനിച്ച് അവരുടെ ലൈഫിൽ നിന്ന് പോയതാണോ എന്നുള്ളത് നമുക്കറിയില്ല. അതറിയാതെ വീണ്ടും കൂടുതൽ കർമ്മ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, നമുക്ക് 2-3 കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ സമയത്ത് നെക്സ്റ്റ് ആക്ഷനബിൾ സ്റ്റെപ്പ് എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ അടുത്തതായിട്ട് എടുക്കേണ്ടത്? നെക്സ്റ്റ് ആക്ഷനബിൾ സ്റ്റെപ്പ് ഫോർ യു. കിങ് ഓഫ് സ്വോർഡ്സ്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്. നിങ്ങളിപ്പോൾ ഇമോഷണലായിട്ടല്ല ചിന്തിക്കേണ്ടത്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഓക്കെ, ചില പേഴ്സൺസ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എപ്പോഴും നമ്മളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടല്ല. അവർ ചില ലെസൺസ് തന്നിട്ട് ചിലപ്പോൾ പോവാൻ വേണ്ടി വരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് മനസ്സിലാക്കുക. സോ എനിക്ക് ഒരു റീഡിങ് ഒരു കംപ്ലീറ്റ് ആവാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ട്. നമുക്കതുകൊണ്ട് 2-3 കാർഡ്സ് കൂടെ എടുത്ത് നോക്കാം. എന്ത് ലെസൺ തരാൻ വേണ്ടിയിട്ടാണ് അവർ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്? നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് അവർക്കുള്ള പേർപ്പസ് എന്താണ് എന്നുള്ളത് നോക്കാം. 10 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് തരിക, അതിലൂടെ നിങ്ങൾ ചില ലെസൺസ് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവർക്ക് യൂണിവേഴ്സ് കൊടുത്ത് അവരെ അയച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത്. അങ്ങനെയായിരുന്നോ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്. ഇനി അടുത്തത് എന്താണ്, എന്ത് ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നതെന്ന് നോക്കാം. 6 ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അവസരം, മൂവ് ഓൺ ചെയ്യാനുള്ള അതിനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവേണ്ടതാണ്. കാരണം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതിനായിരുന്നില്ല. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഈ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് ഐ നോ ദിസ് ഇസ് പെയിൻഫുൾ. നല്ല രീതിയിലുള്ള പെയിൻ ഉള്ള അവസരമാണെന്ന് എനിക്കറിയാം. ബട്ട് ഈ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചിട്ട് മൂവ് ഓൺ ആകുമ്പോഴാണ് നിങ്ങളുടെ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള റൈറ്റ് പേഴ്സൺ വരാനുള്ള ഒരു ഇൻഡിക്കേഷനാണിത്. ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്കുള്ള എന്താ പറയുക, റൈറ്റ് പേഴ്സൺ നിങ്ങളിലേക്ക് വരിക. അത് എപ്പോഴത്തേക്ക് സംഭവിക്കും എന്ന് നോക്കാം. നിങ്ങൾ റൈറ്റ് പേഴ്സൺ എപ്പോഴാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? വീണ്ടും നമുക്ക് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയണം. അതിനുശേഷം ഒരു 4 മാസം എന്നുള്ള ഒരു എനർജിയോടെ വരുന്നുണ്ട്. ഒരു 4 മന്ത്സിനുള്ളിൽ ഒരു പക്ഷേ ഈ പേഴ്സൺ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു നിരാശയിൽ നിന്നും നിങ്ങൾ അതിനു മുൻപ് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ 4 മാസം എന്ന് പറയുന്നത് അവിടെ വർക്കാവുന്നുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഏഞ്ചൽസിന് ഈ സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നൊരു ഫൈനൽ കാർഡ് കൂടി നമുക്കെടുക്കാം. സ്ട്രെങ്ത് വളരെയധികം റെസനേറ്റിംഗ് ആയിട്ടുള്ള കാർഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മനക്കരുത്താണ്. പിടിച്ചു നിൽക്കുക. ഓക്കെ, ഇതും കടന്നു പോകും എന്നുള്ള ആ വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. മൂവ് ഓൺ ചെയ്യുക. ഇത് നിങ്ങളുടെ സോളിന് ബലം നൽകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ തന്നെ ഒന്ന് ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള റിലേഷനാണ്. ഈ ഒരു ലെസൺ നിങ്ങൾ സ്വീകരിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് മച്ച് 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 ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും പഠിക്കാനുള്ള ചില ലെസൺസ് ഉണ്ട്. എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലാക്കായിരുന്നത്, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാർഡ് എടുത്ത് തന്നെ നോക്കാം. എന്തായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള
ബ്ലോക്ക്, റൂട്ട് കോസ് ഓഫ് എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ റൂട്ട് കോസ് എന്തായിരുന്നു എന്ന് നോക്കാം. ചാരിയറ്റ്, ഒരു ദിശാബോധമില്ലാത്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഒരു പക്ഷേ ഒരുപാട് ഫൈറ്റുകൾ, പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല, തുടങ്ങിപ്പോയത് കൊണ്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് അതിലേക്ക് വന്നിട്ടില്ല. എവിടേക്കോ പാളിച്ചകൾ രണ്ടു കൂട്ടർക്കും വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു നിങ്ങളുടെ പാറ്റേൺ എന്താണ്, ഇവിടെ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ആ പാറ്റേൺ എന്താണെന്ന് നമുക്കൊരു കാർഡ് എടുത്ത് നോക്കാം. എന്ത് പാറ്റേൺ ആണ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ളത്? നൈറ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, ആലോചനയില്ലാത്ത പ്രവൃത്തി, എടുത്തു ചാടിയുള്ള പ്രവൃത്തി, അതായിരുന്നിരിക്കണം നിങ്ങളുടെ പാറ്റേൺ. ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് അതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ആക്ഷൻ എടുക്കുന്നില്ല. ഇത് രണ്ട് എക്സ്ട്രീമുകളും പറയുന്ന ഒരു കാർഡാണ്. ഒന്നുകിൽ കറക്റ്റ് സമയത്ത് ആക്ഷൻ എടുത്തില്ല, അല്ലെങ്കിൽ എന്താണ്, എടുത്തു ചാടിയുള്ള വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ. ഇതായിരുന്നു നിങ്ങളുടെ പാറ്റേൺ. അത് ബ്രേക്ക് ചെയ്യാൻ, നിങ്ങളെ പഠിപ്പിക്കാനാണ് ഈ ഒരു റിലേഷൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഏതാണോ റെസനേറ്റ് ആവുന്നത് അതെടുക്കുക. നിങ്ങൾ ഉള്ളിൽ ബാക്കി വെച്ചിരിക്കുന്ന എന്ത് ഒരു ഫിയറാണ് ഇപ്പോൾ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കളയാനുള്ളത് നോക്കാം. വീണ്ടും കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. പുറമേ നിന്നുള്ള ഇൻഫ്ലുവൻസുകളെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്ന യൂണിവേഴ്സാണ്, അല്ലെങ്കിൽ ദൈവമാണ്, അല്ലെങ്കിൽ ഒരു പവർ നമ്മളുടെ എല്ലാം മുകളിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പവറാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, അല്ലാതെ നമ്മുടെ കൂടെയുള്ള മനുഷ്യരല്ല. എത്ര ശക്തരായ ആൾക്കാരാണെങ്കിലും ആയിക്കോട്ടെ, അവരാണ് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ആ ഒരു പേടി നിങ്ങൾ വിട്ടുകളയാം. ഓക്കെ, ഈ സമയം ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു 4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഇപ്പോഴുള്ള ഒരു എനർജി നിങ്ങൾ വിട്ടുകളയുക. ഈ ഹാപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ ആയിരിക്കാം. ഇത് എപ്പോഴത്തേക്കാണ് ഈ ചേഞ്ചസ് വരിക എന്ന് നോക്കിയാലോ. ഇത് ടൈമിംഗ് കാർഡുകളാണ് കേട്ടോ. നമുക്ക് ടൈമിംഗ് നോക്കാം. എപ്പോഴാണ് ഈ ബിഗ് ഹാപ്പി ചേഞ്ചസ് ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുള്ളത്? ഇയർ ഫ്രം നൗ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. 1 വർഷത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ബിഗ് ഹാപ്പി ചേഞ്ചസ്, വലിയ ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നതിന് 1 വർഷം കാത്തിരിക്കേണ്ടതുണ്ട്. അതിന് മുൻപ് 4 മാസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പോസിറ്റിവിറ്റികൾ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, മൂവ് ഓൺ ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ മൂവ് ഓൺ എന്നുള്ള ഒരു വാക്ക് കമൻറ്റ് ചെയ്യുക. അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.